ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും റീൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വധഭീഷണി. കൊല്ലപ്പെട്ട അക്ഷയുടെ സഹോദരനാണ് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്തുവന്നു. തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് അയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്രം നടത്തിപ്പുകാരൻ പെട്രോൾ ദേഹത്തൊഴിച്ച് തീകൊളുത്തിയ ആത്മഹത്യാശ്രമം. രക്ഷാപ്രവർത്തനത്തിനിടെ 3 പേർക്ക് പൊള്ളലേറ്റു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ കെട്ടിടത്തിന്റെ സ്ഥിരത സംബന്ധിച്ച് IIT പഠനം തുടരുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പഠന കാലാവധി എത്ര നാളെന്ന് വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി. കൊടുങ്ങല്ലൂർ ശ്രീകുരുബ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ലുമൂടൽ ചടങ്ങ് നാളെ. അശ്വതി കാവുതീണ്ടൽ ഈ മാസം 31-ന്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റു. ബിജെപി സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ, ഒ രാജഗോപാൽ, ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് തൃശൂർ ദേശമംഗലം സ്വദേശിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും റീൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വധഭീഷണി തുടരുന്നു. കൊല്ലപ്പെട്ട അക്ഷയിനെ ഒഴിവാക്കി റീൽസ് എടുത്ത രഞ്ജിത്ത് കടവുല്ലൂരിനെതിരെയാണ് വധഭീഷണി. ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ലഹരി മാഫിയ സംഘങ്ങൾ റീൽസ് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബാദുഷയും ലിഷോയും ചേർന്ന് രഞ്ജിത്തിനെ ഉൾപ്പെടുത്തി റീൽസ് ചിത്രീകരിച്ചു. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് അക്ഷയ് ലിഷോയുടെ വീട്ടിലെത്തി വാഹനങ്ങൾ തല്ലിത്തകർത്തത്. തുടർന്നുള്ള തർക്കത്തിലാണ് മരത്തംകോട് താമസിക്കുന്ന അക്ഷയിനെ ലിഷോയ്, നിഖിൽ എന്നിവർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. രഞ്ജിത്തും അക്ഷയും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. അക്ഷയുടെ സഹോദരനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടില് കുഴികുത്തിക്കോളം പറഞ്ഞോട്ടാ. എന്താ അങ്ങനെ പറഞ്ഞേ? വീട്ടില് കുഴി കുത്തിക്കോളം പറഞ്ഞോന്ന്. എന്തിനോട് പറയണേ? തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടത്തുന്നതിനാണ് സർക്കാർ കൂടുതൽ പരിഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗ തീരുമാനങ്ങൾ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പെട്രോൾ ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്തിയ ക്ഷേത്ര നടത്തിപ്പുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർ ഉൾപ്പെടെ 4 പേർക്ക് പൊള്ളലേറ്റു. ക്ഷേത്ര നടത്തിപ്പുകാരൻ കമ്മളം അടൂപ്പറമ്പിൽ ചന്ദ്രനാണ് കയ്യിൽ കരുതിയിരുന്ന കന്നാസിലെ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത്. ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റ് 3 പേർക്ക് പൊള്ളലേറ്റത്. 2 പേരുടെ നില ഗുരുതരമാണ്. ചന്ദ്രൻ, അടൂപ്പറമ്പിൽ അനിൽ എന്നിവരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. താമിക്കുട്ടി, സുബ്രൻ എന്നിവർക്കും പൊള്ളലേറ്റു. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, എന്താണ് വിശദാംശങ്ങൾ? ആതിര, കോടശ്ശേരി പഞ്ചായത്തിലെ കമ്മളത്ത് ഒരു കുടുംബക്ഷേത്രമായിരുന്നു ഇന്ന് രാവിലെ 11 മണിക്ക് ഈ സംഭവം ഉണ്ടായത്. പാലപ്പെട്ടി കുടുംബക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന അവകാശ തർക്കമാണ് ഈ അപൂർവമായ സംഭവത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം 10ഓളം കുടുംബങ്ങൾ മാത്രമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നിലവിൽ അംഗങ്ങളായുള്ളത്. ഇതിൽ നേരത്തെ മരിച്ചുപോയ വേലു എന്ന ആളായിരുന്നു ക്ഷേത്രത്തിലെ അധികാരി.
ഇയാളുടെ പിന്തുടർച്ചാവകാശം ഇയാളുടെ മകൻ അനിലിനാണ് നൽകിയിരുന്നത്. ഇതിൽ ക്ഷുഭിതനായാണ് ചന്ദ്രൻ, വേലുവിന്റെ സഹോദരൻ ചന്ദ്രൻ ഇടയ്ക്കിടെ ക്ഷേത്രത്തിലെത്തി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നാണ് മറ്റു ഇതിന്റെ ക്ഷേത്ര നടത്തിപ്പുകാരും മറ്റും പറയുന്നത്. ഇത് ഇന്നും ഇതുപോലെയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ചന്ദ്രൻ പെട്ടെന്ന് അവിടെ തർക്കമുണ്ടാക്കുകയും ആളുകൾക്കിടയിലേക്ക് ഓടിക്കയറി ക്ഷേത്രത്തിലെ കൊട്ടിലിന്റെ ഭാഗത്തേക്കും എത്തി. ഇയാളുടെ കയ്യിൽ ഒരു ചെറിയ കന്നാസിൽ പെട്രോളും ഉണ്ടായിരുന്നു. ഇത് ദേഹത്ത് ഒഴിക്കുന്നതിനിടെ കൊട്ടിലിൽ കത്തിയിരുന്ന തിരിയിൽ നിന്നും തീ ആളി പടരുകയായിരുന്നു. ഉടനെ തന്നെ ഇയാൾ ദേഹത്ത് നിറയെ തീയുമായി പുറത്തേക്ക് ഇറങ്ങി. ഇതിനിടയിലാണ് മറ്റ് അനിലും അതുപോലെ മറ്റു രണ്ടുപേരും രക്ഷിക്കാൻ ഓടിയെത്തിയത്. രക്ഷപ്പെടുന്നതിനിടയിലാണ് അവർക്കും പൊള്ളലേറ്റത്. ഇതിൽ ഈ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ചന്ദ്രനും അതുപോലെ അനിലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 60% പൊള്ളലുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവരെ ഉടനെ തന്നെ ചന്ദ്രനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലാണ് എത്തിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക്, തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതുപോലെ അനിലിനെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിക്കുകയായിരുന്നു. ഈ സംഭവത്തോടെ പാലപ്പെട്ടി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളെല്ലാം അലങ്കോലപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് ഇവിടെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് നടന്നത്. കമ്മളത്തെ ഈ ക്ഷേത്രം ഏറ്റവും ചെറിയ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ആതിര. ജയനാണ് വിവരങ്ങൾ നൽകിയത്. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയ ക്ഷേത്ര നടത്തിപ്പുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർ ഉൾപ്പെടെ 4 പേർക്ക് പൊള്ളലേറ്റത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ കെട്ടിടത്തിന്റെ സ്ഥിരത സംബന്ധിച്ച് IIT പഠനം തുടരുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. മുൻ MLA അനിൽ അക്കരയുടെ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. IITയുടെ പഠന കാലാവധി എത്ര നാളെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. എന്നാൽ പഠന കാലാവധി സംബന്ധിച്ച് വ്യക്തമായ മറുപടി സർക്കാർ നൽകിയില്ല. ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നാളെ നടക്കും. മീനമാസത്തിലെ തിരുവോണ നാളിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വടക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിന് താഴെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകൾ കുഴിച്ചുമൂടി മൺതിട്ടയുണ്ടാക്കി അതിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാരാണ് കോഴിക്കല്ല് മൂടി ചെമ്പട്ട് വിരിക്കുക. തുടർന്ന് തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചോദിക്കും. ഇതേസമയം തച്ചോളി തറവാട്ടുകാർ ആദ്യ കോഴിയെ സമർപ്പിക്കും. തുടർന്ന് ഭക്തസംഘങ്ങൾ കോഴികളെയും പട്ടും സമർപ്പിക്കും. മുൻകാലങ്ങളിൽ ക്ഷേത്രനടയിൽ കോഴിയെ വെട്ടിയിരുന്നു. മൃഗബലി നിരോധിച്ചതോടെയാണ് കോഴി സമർപ്പണം തുടങ്ങിയത്. കാളിധാരിക യുദ്ധം തുടങ്ങുന്നത് തിരുവോണ നാളിലാണെന്നാണ് ഐതിഹ്യം. തൃച്ചന്ദന ചാർത്തും അശ്വതി കാവുതീണ്ടൽ ചടങ്ങും ഈ മാസം 31 നടക്കും. ഏപ്രിൽ 1 ഭരണി നാളിൽ പുലർച്ചെ ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കുടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി വെറ്റിലപ്പാറയിലെ വെട്ടിക്കുഴി പച്ചക്കാട് പ്രദേശത്ത് വീട്ടുപറമ്പുകളിലെത്തി. പച്ചക്കാട് ഭാഗത്താണ് ആദ്യം ആനയെത്തിയത്. സമീപത്തെ വീടുകളിലെ ആളുകൾ ബഹളം വച്ചപ്പോൾ ഏതാനും നേരം കൊമ്പൻ വെട്ടിക്കുഴി റോഡിലൂടെ നടന്നു. പിന്നീട് റബ്ബർ തോട്ടത്തിലേക്കും കടന്നു. 2 ആഴ്ച മുൻപ് കാലിന് പരിക്കേറ്റ ആനയ്ക്ക് ഇപ്പോൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി കാണുന്നില്ല. ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ചെറുതുരുത്തി നാഷണൽ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ PP പ്രദീപ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CN മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏജീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KSRTC ജില്ലാ സെക്രട്ടറി പ്രഭിൻ പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ആളൂർ പോലീസ് സ്റ്റേഷൻ ആളൂർ പഞ്ചായത്തിൽ നിന്നും മാറ്റുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കല്ലേറ്റുംകരയിൽ കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ഡെന്നിസ് കണ്ണംകുന്നി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സേതുമാധവൻ, എ കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലേറ്റുകര സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വളരെ സുഗമമായി മാർച്ച് മാസം 4-ാം തീയതി മുതൽ ആരംഭിച്ച ഈ പോലീസ് സ്റ്റേഷൻ അഭംഗരം മുന്നോട്ട് പ്രവർത്തിച്ചു പോവുകയുണ്ടായി. എന്നാൽ ഈ പോലീസ് സ്റ്റേഷന് വളരെ പെട്ടെന്ന് താക്കോൽ വീഴുകയും ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് പങ്കാളികളായത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി. തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. ഏപ്രിൽ 3-ന് ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറും. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. കല്ലമ്പാറയിൽ കുടിവെള്ള സമിതി സെക്രട്ടറിക്ക് വെട്ടേറ്റു. അടങ്കളം കുടിവെള്ള സമിതി സെക്രട്ടറി മോഹനനാണ് കൈക്ക് വെട്ടേറ്റത്. കല്ലമ്പാറ ചേലക്കാത്തടത്തിൽ ഏലിയാസാണ് വെട്ടിയത്. അടങ്കളം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുതിയ കുഴൽക്കിണർ ഏലിയാസിന്റെ വീടിന് സമീപം കുഴിക്കുന്നതുമായി തർക്കം നിലനിന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കിണർ കുഴിക്കുന്നതിനിടെ ചെളിയും വെള്ളവും തന്റെ വീടിന് മുന്നിലേക്ക് വന്നുവെന്ന് ആരോപിച്ചാണ് മോഹനനെ ഏലിയാസ് വെട്ടിയത്. വടക്കാഞ്ചേരി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വടക്കുംനാഥൻ വാക്കേഴ്സ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഉണ്ണിമേനോനെയും ജനറൽ സെക്രട്ടറിയായി ഗോപാലകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ജോയ് ഡാനിയേൽ, ഡെയ്സി ജേക്കബ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും CJ ഫ്രാൻസിസ്, ഷാജി അമല എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും 21 അംഗങ്ങളായുള്ള എക്സിക്യൂട്ടീവ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. യോഗത്തിൽ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ശക്തിയും കരുതലുമായി കത്തോലിക്ക കോൺഗ്രസ് മാറണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് എരുമപ്പെട്ടി ഫെറോന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭകളും വിശ്വാസികളും ഭാരതത്തിന്റെയും കേരളത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള മുന്നേറ്റത്തിന് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഭ നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ക്രൈസ്തവർ ഭരണാധികാരികളുടെ അവഗണന നേരിടുന്ന വിഭാഗമായി മാറിയിരിക്കുകയാണെന്നും ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. ആനുപാതികമായി രാഷ്ട്രനിർമ്മിതിയിൽ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഏത് സമുദായമാണ്? ക്രൈസ്തവരാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, സാമൂഹ്യ വളർച്ചാ രംഗത്ത്, ഭാഷാരംഗത്ത്, കാർഷിക രംഗത്ത്, കാർഷിക രംഗത്ത്, തൃശ്ശൂർക്കാരെ വ്യവസായ രംഗത്ത്, വാണിജ്യ രംഗത്ത്, മാധ്യമപ്രവർത്തകരെ മാധ്യമരംഗത്ത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ ഏറ്റവും ഇന്ത്യയിൽ അന്യം നിന്ന് പോകുന്ന സമുദായം ആദ്യത്തേത് പാർസികളാണ്. രണ്ടാമത്തത് അവരുടെ പഠനമനുസരിച്ച് സിറിയൻ കാത്തലിക്സ്. അതാരാ? ഈ നമ്മൾ. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോഷി ആളൂർ ആമുഖ സന്ദേശം നൽകി. അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളൂപ്പാറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സെക്രട്ടറി KC ഡേവിസ്, യൂത്ത് കൌൺസിൽ ഗ്ലോബൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ, ഇടുക്കി ഗ്ലോബൽ കോർഡിനേറ്റർ ആന്റോ തുറയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റണ്ട നാൽപ്പനപ്പാറ ക്വാറി തടയണ നിർമ്മിച്ച് കൃഷിക്കാവശ്യമായ ജലം ലഭ്യമാക്കണമെന്നും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൌണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കണമെന്നും CPI എരുമപ്പെട്ടി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ചിറ്റണ്ടയിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV ശങ്കരനാരായണൻ, ശ്രീകണ്ഠൻ, പുഷ്പ രാധാകൃഷ്ണൻ, ജോണി, KA ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു.
കൊടകര സെന്റ് ജോസഫ് ഫെറോന ഇടവകയിലെ KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്യലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഫെറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. സിജോ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. KCBC മദ്യലഹരി വിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചെതലൻ, വിനോയ് മംഗലൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാട്ട്, മദർ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതിസ്, കൈക്കാരൻ ജോസ് മാത്യു ഊക്കൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകര, KCBC മദ്യലഹരി വിരുദ്ധ സമിതി രൂപതാ പ്രതിനിധി ലില്ലി ജോസഫ്, മദ്യലഹരി വിരുദ്ധ സമിതി ഫെറോന പ്രതിനിധി ഷേർലി ബിജു മംഗലൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ക്ഷയദിനത്തോടനുബന്ധിച്ച് സെന്റ് വിൻസെന്റ് ഡി പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒല്ലൂർ സെന്ററിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിലോ പോൾ, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി, നഴ്സിംഗ് ട്യൂട്ടേഴ്സ് എന്നിവർ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തിനും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും മുൻഗണന നൽകിയുള്ള പാവറട്ടി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 28,54,00,000 രൂപ വരവും 28,21,00,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് SDPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന ട്രഷറർ NK റഷീദ് ഉമരി ഉദ്ഘാടനം ചെയ്തു. SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിസാർ, CMP സംസ്ഥാന സമിതി അംഗം ജോസ് മറോക്കി, സാമൂഹിക പ്രവർത്തകൻ പ്രശാന്ത് ഈഴവൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് മേഖലയിൽ ഒരു മാസത്തോളമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങളാണ് പ്രതിഷേധിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാളമുറി സെന്ററിന് വടക്ക് ഭാഗത്ത് പലയിടത്ത് പൈപ്പ് പൊട്ടിയതുമൂലം ഒരു മാസത്തോളമായി പഞ്ചായത്ത് മേഖലയിൽ കുടിവെള്ളമില്ലാതെയായിട്ട് NH അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഇല്ലാതായതോടെയാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തെത്തിയത്. ചൊവ്വാഴ്ച തന്നെ അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ NH നിർമ്മാണ പ്രവൃത്തികൾ തടയുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നാഷണൽ ഹൈവേയുടെ പണിയുടെ ഭാഗമായിട്ട് കയ്പമംഗലം 12 തെക്ക് ഭാഗത്ത് ഉള്ള പൈപ്പ് ഇവിടത്തോളം ഈ കളമുറിയിലെ തെക്ക് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും ഏരിയ മുഴുവൻ പൊളിച്ച് പൈപ്പ് മുഴുവൻ നാമശേഷമാക്കി 1-2 ദിവസത്തിൽ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഹൈവേയും പറഞ്ഞിട്ട് ഇപ്പം 3 ആഴ്ച കഴിഞ്ഞാൽ ഒരു മാസത്തോളം ആവാൻ പോകണം. അനങ്ങപ്പാറ നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. വളരെ ശക്തമായ പ്രശ്നമാണ്. ഇവിടെ ഞങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞുകൊണ്ട് കയ്പമംഗലം പഞ്ചായത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാളമുറി സെൻറ്ററിൽ ഹൈവേയുടെ ഭാഗമായിട്ട് പ്രവർത്തനം നടക്കുന്ന ഇടത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി 2 മാസം 2 ആഴ്ചയിലധികമായിട്ടുണ്ട്. പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് അകലം വരെ പുഴ പോലെ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വാർഡിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ നമ്മൾ വാട്ടർ ടാങ്കർ ലോറി ഉപയോഗിച്ചുകൊണ്ട് വാർഡുകളിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പോരുന്നു. ഈ സാഹചര്യത്തിൽ NHന് ഒരുപാട് ആളുകളും നാട്ടുകാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും തന്നെ NHൻ്റെ വിഭാഗത്തിൽ പറയുകയും പഞ്ചായത്ത് മൊത്തം എല്ലാവരും എല്ലാ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് ഇതുവരേക്കും ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. ദേശീയപാതയിലെ പോട്ട ആശ്രമം ജംഗ്ഷനിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. ഇനി മുതൽ സർവീസ് റോഡുകളിൽ നിന്നുമെത്തുന്ന വാഹനങ്ങൾക്ക് ദേശീയപാത ഇടമുറിഞ്ഞു കടക്കാനാകില്ല. പോട്ടയിലെയും ചാലക്കുടി കോടതി ജംഗ്ഷനിലെയും അടിപ്പാതകൾ കൂടി മാത്രമേ ഇനി മുതൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുകയുള്ളൂ. ദേശീയപാതയുടെ മധ്യഭാഗത്തും ആശ്രമം റോഡിൽ നിന്നുള്ള പ്രവേശന ഭാഗത്തും ബാരിക്കേഡുകൾ വെച്ച് അടച്ചുപൂട്ടി. ആശ്രമം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. അത് അടയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ് പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെ അഭിപ്രായമായിരുന്നത്. ബന്ധപ്പെട്ട MP MLA ഒക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ആശ്രമം ജംഗ്ഷനിൽ എല്ലാ സൗകര്യങ്ങളുള്ള അണ്ടർ പാസേജ് നമുക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. മാർച്ച് 13-ന് ആശ്രമം റോഡിൽ നിന്നെത്തിയ ബൈക്ക് യാത്രികൻ ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ മിനി വാൻ ഇടിച്ചു മരിച്ചിരുന്നു.
സുകുമാർ അഴീക്കോട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ പദയാത്ര നടത്തി. ഇരവിമംഗലത്തെ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരത്തിന് മുൻപിൽ നിന്ന് ആരംഭിച്ച ജാഥ കൈനൂർച്ചിറ വഴി മടത്തുംപടി കടവിൽ സമാപിച്ചു. നടത്തറ പഞ്ചായത്ത് മെമ്പർ KJ ജയൻ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയകുമാർ, പുഴയോരം ഗാർഡൻസ് മാനേജിംഗ് ഡയറക്ടർ VV മനോജ് കുമാർ, സർവോദയ ദർശൻ സംസ്ഥാന നേതാവ് പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രഥമ സ്വരാജ് ദൃശ്യ മാധ്യമ പുരസ്കാരം നേടിയ സുർജിത് അയ്യപ്പത്തിനെ ജന്മനാട് ആദരിച്ചു. അഗതിയൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഗതിയൂർ DVM സ്കൂളിൽ നടന്ന ആദര സമ്മേളനം സംസ്ഥാന പട്ടികജാതി വർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പ്രശസ്ത വാദ്യകലാകാരൻ കലാമണ്ഡലം കുട്ടിനാരായണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, നിമിഷ വിഗീഷ്, അഖില മുകേഷ്, KM നാരായണൻ, TK ബാലൻ എന്നിവർ സംസാരിച്ചു. അവര് സ്വന്തം നാടിനെ കുറിച്ചോ ഒപ്പം സഞ്ചരിച്ചവരെ കുറിച്ചോ ഒക്കെ വിസ്മരിക്കുകയും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു വന്നിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കൊളീജിയറ്റ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ തൃശൂർ വിമല കോളേജ് ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ 5-1 പരാജയപ്പെടുത്തിയാണ് വിമല കോളേജ് ജേതാക്കളായത്. കോഴിക്കോട് CPE കോളേജിനെ തോൽപ്പിച്ച് തൃശൂർ സെന്റ് മേരീസ് കോളേജ് 3ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് വിമല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് സമ്മാനദാനം നടത്തി. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി ഇഫ്താർ സംഗമവും നിർധനരായ 100ഓളം കുട്ടികൾക്ക് പെരുന്നാൾ പുടവയും വിതരണം ചെയ്തു. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി പ്രസിഡന്റ് KH സലീം അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ വഹാബ് നയീമി കൊല്ലം, ഭാരവാഹികളായ NA ത്വാഹ, KA ഷംസുദ്ദീൻ, CA സഫ്വാൻ, CS ഫായിസ്, സെലീം പുറക്കുളം, ആഫിഖ് അലി ചാമക്കാല, KA ബഷീർ അലി, MCA ഷമീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇതര സ്ഥലങ്ങളിലില്ലാത്ത, ഇതര കാരുണ്യ ഇടങ്ങളിൽ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മേടിച്ച ഒരു മനോഹരമായ ഇടമാണ് നമ്മുടെ ചാമക്കാലയിലെ IRS. ഇപ്പൊ ചാമക്കാലക്കാർക്ക് സ്വന്തം എന്ന് പറയാൻ പറ്റൂല. ചാവക്കാട് നഗരസഭ 1ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച 2 റോഡുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൻവർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവ്, നഗരസഭ മുൻ ചെയർമാൻ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, വാർഡ് കൌൺസിലർ ഉമ്മു റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. രാഗം വോയിസ് ഓഫ് വെള്ളർക്കാടിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മതസൌഹാർദ്ദ സമ്മേളനത്തിൽ മനപ്പടി ഫാറൂഖ് ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി സയീദി, വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, കരുവ കാരക്കുണ്ട് ആർജിത ഹിന്ദു സമാജം അധ്യക്ഷൻ സ്വാമി ആത്മദാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സെക്രട്ടറി പിന്റോ പോൾ ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വാർഡ് മെമ്പർ MV ധനീഷ്, സഞ്ജു ചെമ്പകശ്ശേരി, ശ്രീജിത്ത് കളരിക്കൽ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയ പൊൻപ്രഭ പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരി നവ്യ വിനോദിന് സമർപ്പിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലുവാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയൻ അധ്യക്ഷനായി. ദേവസ്വം ഓഫീസർ ES ദിനേശൻ, ഉപദേശക സമിതി സെക്രട്ടറി PM ജയറാം, വൈസ് പ്രസിഡന്റ് S നന്ദകുമാർ, S നാരായണദാസ്, N ബാബു, PM പ്രവീൺ, ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഏതൊരു പള്ളിപ്പുറത്തപ്പൻ്റെയും പഴയന്നൂർ ഭഗവതിയുടെയും ഉത്സവം കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സാലിം ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, അബ്ദുൽ അസീസ് നിസാമി, കൊടുങ്ങല്ലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മഹല്ല് സെക്രട്ടറി NM ബഷീർ, ട്രഷറർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. അതായത് ലഹരി ഇവിടെ, അതായത് ഈ സംസ്ഥാനത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ.
പക്ഷികൾക്കുള്ള ഭക്ഷണ കിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജു. കഴിഞ്ഞ വർഷം ജില്ലയിലെ 54 LP UP വിദ്യാലയങ്ങളിലേക്ക് പക്ഷികൾക്കുള്ള പാനസ്നാന പാത്രങ്ങൾ തയ്യാറാക്കി നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പറവകൾക്കായി ഭോജന കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജു അറിയിച്ചു. പഴയന്നൂർ വടക്കേത്തറ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 2ന്റെ ഭാഗമായി നടന്ന താരലേലം പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേത്തറ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ 5, 6 തീയതികളിൽ മത്സരങ്ങൾ നടക്കും. പഴയന്നൂർ, തിരുവല്ലുവാമല, കൊണ്ടാഴി പഞ്ചായത്തുകളിൽ നിന്നായി 120 പേർ 10 ടീമുകളിലായി മത്സരത്തിൽ പങ്കെടുക്കും. വടക്കേത്തറ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് VK സജീഷ് അധ്യക്ഷനായി. K വിമൽകുമാർ, VB ബിനീഷ്, CP ഷനോജ്, NB ബിജേഷ്, KG ധനേഷ്, ആറുമൽ തുടങ്ങിയവർ സംസാരിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ യാത്ര ചെയ്യുന്നവർക്ക് പച്ചില മേലാപ്പിന്റെ കീഴെ കുളിർമയുള്ള ഒരു തണലിടമായിരിക്കുകയാണ് ജയന്തിപ്പടവ് റോഡ്. 24 വർഷം മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയ മാതൃകാപരമായ ശ്രമദാനമാണ് ഈ റോഡിനെ തണലിടമാക്കിയത്. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂരിനെയും പഴുവിലിനെയും ബന്ധിപ്പിക്കാൻ ജയന്തിപ്പടവ് കോൾപ്പാട ശേഖരത്തിന് നടുവിലൂടെ 2000 ആണ്ടിൽ നിർമ്മിച്ചതാണ് ഈ റോഡ്. ബണ്ട് റോഡായി നിർമ്മാണം പൂർത്തിയായപ്പോൾ പഴുവിലിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് റോഡിൻ്റെ ഇരുവശവും ഫലവൃക്ഷ തൈകൾ നടാൻ തീരുമാനിച്ചത്. പഴുവിലിലെ ഫെസ്റ്റീവ് ക്ലബ്ബും ഇവരോടൊപ്പം ചേർന്നു. മണ്ണുത്തിയിൽ നിന്ന് മാവ്, ഞാവൽ, നെല്ലി, ആഞ്ഞിലി, ഉങ്ങ്, പതിമുഖം, ബദാം എന്നിവയുടെ നല്ല ഇനം 200 തൈകൾ കൊണ്ടുവന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് റോഡിനിരുവശത്തും നടുകയായിരുന്നു. തുടർന്നുള്ള 2 വർഷം നനച്ചും വളമിട്ടും പരിപാലിച്ചതോടെ തൈകൾ തഴച്ചു വളർന്നു. ഇരുവശത്തെയും നെൽകൃഷിക്ക് തടസ്സമാകുന്നവയും റോഡിലേക്ക് ചാഞ്ഞവയും വെട്ടിമാറ്റേണ്ടി വന്നെങ്കിലും 150ഓളം തൈകൾ വൃക്ഷമായി വളർന്നു. ഇവിടെയുണ്ടാകുന്ന മാങ്ങയും ഞാവൽപ്പഴവും നെല്ലിക്കയും പരിസരത്തെ കുട്ടികൾക്കിപ്പോൾ ചെറിയൊരു വരുമാനമാർഗം കൂടിയായി മാറിക്കഴിഞ്ഞു. അഡ്വക്കേറ്റ് KV സുബ്രഹ്മണ്യം, വത്സൻ മേലിട്ട, സുബീഷ് തുടങ്ങിയവരും തന്നോടൊപ്പം ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയതായി കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പ്രദീപ് പറഞ്ഞു. 2000-ലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മണ്ണൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വഴിനെ വൃക്ഷങ്ങൾ വെച്ചൊന്ന് വലിച്ചു കൊണ്ടുവരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 വർഷക്കാലം ഞങ്ങളത് ചെത്തിവെടുപ്പാക്കി ചാണകപ്പൊടിയും വളങ്ങളൊക്കെ കൊണ്ടിട്ട് അതിന് വൃത്തിയായി വെള്ളമൊക്കെ കൊടുത്ത് കോഴി ഒഴിപ്പിച്ചിട്ടാണ് ആ സാധനം പരിപാലിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്തതിലുള്ള ഒരു വലിയൊരു മനസ്സിന് ഭയങ്കര തൃപ്തിയും അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്ന ആളുകൾ, അന്ന് നിഷേധിച്ചവർ തന്നെ ഇന്ന് കാലത്ത് കാൽനടയും അതുപോലെ തന്നെ കുറേ നേരം ഇവിടെ വന്ന് വിശ്രമിക്കലും മറ്റു സംവിധാനം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയധികം ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തൊക്കെ പോകുന്ന കാണുമ്പോൾ ഇരിപ്പിടത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇരുവശത്തു നിന്നും വളർന്ന വൃക്ഷത്തലപ്പുകളുടെ മേലാപ്പ് റോഡിനെ മനോഹരമായ തണലിടമാക്കിയിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ ഇവിടെ എത്തുമ്പോൾ അല്പനേരം കാറ്റും തണലും ഹരിതമേലാപ്പിൻ്റെ ചാരുതയും ഇരുവശത്തെ പാടഭംഗിയും ആസ്വദിച്ചാണ് യാത്ര തുടരുക. ഇവിടെ പഞ്ചായത്ത് ഇടപെട്ട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി യാത്രക്കാർക്കും സന്ദർശകർക്കും സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. അളഗപ്പ നഗർ പയ്യാക്കര താഴ്വാരം റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസി ഡേവിസ്, സലോമി ജേക്കബ്, ഷൈനി പ്രിയൻ, ബൈജു തട്ടല, PR രാഹുൽ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി തെക്കുംകര സമിതിയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങി. തൃശൂർ ജനറൽ ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ MK വിനോദ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് CG അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് RSS വടക്കാഞ്ചേരി ഖണ്ഡ് സംഘചാലക് EV നാരായണൻ നിർവഹിച്ചു. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി. RSS വിഭാഗ് സഹകാര്യവാഹക് MK അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ K രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെന്നി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡോക്ടർ കെ സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി, തെക്കുംകര വായനശാല കൺവീനർ എൻ ജി സന്തോഷ് ബാബു, ഗുരുവായൂർ മുൻ മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി, വായനശാല സെക്രട്ടറി പുരുഷോത്തമൻ, ട്രഷറർ പി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചളിങ്ങാട് കോഴിത്തുമ്പ് മുഹിയുദ്ദീൻ മസ്ജിദ് കമ്മിറ്റിയും ചളിങ്ങാട് മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിഴക്കേ സെറ്റും ചന്ദ്രാപിന്നി ഈസ്റ്റ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിഴക്കേ സെറ്റും സംയുക്തമായി മതസൌഹാർദ്ദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ചെളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് ഖത്തീബ് പെരുമറ്റ മുഹിയുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മസ്ജിദ് വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ ബുറാഖ് അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സഅദി കക്കടിപ്പുറം, ഹരീഷ് രവീന്ദ്രൻ, പണിക്കർ പെരിഞ്ഞനം, പി എ മൻസൂർ, നിസാമുദ്ദീൻ, പി എം എ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിമായ എനിക്ക് എന്റേതായ ആദർശവും വിശ്വാസവും ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ കണ്ണൻ നായർക്ക് തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് ഊന്നൽ നൽകി പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 34,36,31,049 രൂപ വരവും 33,70,32,384 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ അവതരിപ്പിച്ചു. പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. കോടാലി ആൽത്തറയ്ക്കൽ നൽകിയ സ്വീകരണ സമ്മേളനം പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. പി വി പത്മനാഭൻ, പി എസ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഖിദ്മത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ റംസാൻ നോമ്പിനോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. നാട്ടിക ജുമാ മസ്ജിദ് ഇമാം കബീർ ഫൈസി ചെറുകാട് ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പി എഫ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സി എ സിദ്ദിഖ് ബാഖവി, ഫൗണ്ടേഷൻ ചെയർമാൻ കെ കെ അബ്ദുൽ ലത്തീഫ്, ജനറൽ സെക്രട്ടറി സലീം തുടങ്ങിയവർ സംസാരിച്ചു. ഇഷ്ടംപോലെ നടക്കുന്നത് കൊണ്ടാണ് പാവപ്പെട്ട ആളുകൾ ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരുണ്യം എന്ന് പറയുന്നത് ഇറഹമോ മനസ്സിലാവുന്ന ഡിവൈഎഫ്ഐ മമ്മിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് രക്തസാക്ഷി ദിനാചരണവും ലഹരി വിരുദ്ധ പരിപാടിയും സംഘടിപ്പിച്ചു. എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മമ്മിയൂർ യൂണിറ്റ് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ കെ എസ് വിഷ്ണു, കെ യു ജാബിർ, CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം MM സുമേഷ്, കെ സി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,215, പവന് 65,720. വെള്ളി ഗ്രാമിന് 108, പ്ലാറ്റിനം ഗ്രാമിന് 3,381 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വധഭീഷണി. കൊല്ലപ്പെട്ട അക്ഷയുടെ സഹോദരനാണ് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്തുവന്നു. തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്രം നടത്തിപ്പുകാരൻ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യാശ്രമം. രക്ഷാപ്രവർത്തനത്തിനിടെ 3 പേർക്ക് പൊള്ളലേറ്റു.
വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ കെട്ടിടത്തിന്റെ സ്ഥിരത സംബന്ധിച്ച് IIT പഠനം തുടരുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പഠന കാലാവധി എത്ര നാളെന്ന് വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നാളെ. അശ്വതി കാവുതീണ്ടൽ ഈ മാസം 31. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.